എല്ലാവർക്കും നമസ്കാരം. സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ നമ്മൾ മാനിഫെസ്റ്റേഷൻ വീഡിയോ, വാട്ടർ മാനിഫെസ്റ്റേഷൻ വീഡിയോ ഇട്ടത് ഒരുപാട് പേർക്ക് അത് ഉപയോഗമായി. ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്തു, ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇനിയും കൂടുതലായിട്ട് മാനിഫെസ്റ്റേഷന്റെ വീഡിയോ ഇടണം എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പേഴ്സണലി ഞാൻ കൂടുതലും ലോ ഓഫ് സറണ്ടർ എന്നുള്ള ഒരു ടോപ്പിക്കിൽ വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് മാനിഫെസ്റ്റേഷനെ കുറിച്ച്, ലോ ഓഫ് അട്രാക്ഷൻ തിയറിയെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് ഇടാം എന്ന് കരുതി. ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് സ്പിരിച്വൽ ജേർണിയിലെ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താ പറയാ, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും, നമുക്ക് എന്ത് തന്നെയാണോ നമ്മളുടെ ഗോൾസ്, നമ്മളുടെ ഡ്രീംസ്, ഇതെല്ലാം നമ്മളെ അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് അതാണ്. അപ്പോൾ ഇതിന്റെ പേര് എന്ന് പറയുന്നത് വിഷൻ ബോർഡ് എന്നാണ്. അപ്പൊ നിങ്ങൾ ഒരു പക്ഷെ ഉപയോഗിക്കുന്നവരുണ്ടാകാം. കറക്റ്റായിട്ടാണോ ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. എന്നാൽ നമ്മൾ ഇന്ന് എങ്ങനെയാണ് ഒരു വിഷൻ ബോർഡ് നമുക്ക് തയ്യാറാക്കാവുന്നത്, എങ്ങനെയാണത് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മളുടെ ആഗ്രഹം എന്ത് തന്നെയാകട്ടെ, അത് മെറ്റീരിയൽ, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളാകാം, ആത്മീയമായിട്ടുള്ള ഗോൾസ് ആകാം, അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാ, അബണ്ടൻസ്, സമൃദ്ധി, പണം, ധനം, ഇതിനെ കുറിച്ചിട്ടുള്ള ഗോൾസ് ആകാം, റിലേഷൻഷിപ്സ് ആകാം, എന്ത് തന്നെയാണെങ്കിലും ഇതെല്ലാം നമുക്ക് സാധ്യമാക്കാവുന്ന ഒരു ടെക്നിക്കാണ് വിഷൻ ബോർഡ്. വിഷൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ വിഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമ്മളുടെ ആഗ്രഹങ്ങൾ വിഷൻസ് ആണ്. നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ വിഷൻ ബോർഡിന് വേറൊരു അർത്ഥമുണ്ട്. വിഷൻ എന്ന് പറഞ്ഞാൽ കാണുക എന്നുള്ളതാണ്, കാണുന്ന ബോർഡ് അല്ലെ. അപ്പോ നമുക്കിപ്പോ ഒരു കഥ വായിക്കുന്നതും നമ്മളിപ്പോ ഒരു വിഷ്വല് കാണുന്നതും അല്ലെ, നമ്മളൊരു ബുക്കിൽ ഒരു കാര്യം വായിക്കുന്നതും നമ്മൾ വിഷ്വലി അത് കാണുന്നതും ഭയങ്കര വ്യത്യാസമുണ്ട്. വിഷ്വലി നമ്മളത് ഭയങ്കരമായിട്ട് അത് ഇമ്പാക്ട് ചെയ്യും, കൂടുതൽ ക്ലാരിറ്റി അതിന് വരും അല്ലെ. അതേപോലെ തന്നെ ഈ വിഷൻ ബോർഡ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മളൊരു വിഷൻ ഡയറി ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ആഗ്രഹം എന്താണ്, നമുക്ക് എന്തൊക്കെയാണോ ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങൾ ഒരു വിഷനായി, എനിക്ക് ഈ വർഷം ഇത്ര രൂപ ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇത്ര രൂപ ഉണ്ടാക്കി, രണ്ടും കറക്റ്റാണ്. ഉണ്ടാക്കി എന്ന് പറയുന്നതും സാധിക്കും എന്ന് പറയുന്നതും കറക്റ്റാണ്. ഉണ്ടാക്കി എന്ന് പറയുന്നതാണ് കൂടുതൽ എഫക്റ്റ്. മനസ്സിലായോ? അപ്പോ ഞാൻ ഇങ്ങനെ ഒരു വീട് വെച്ചു, അല്ലെങ്കിൽ ആ ഒരു വീട് ഇത്ര ഇപ്പൊ നമ്മൾ ഞാൻ എഴുതുന്നതിനെ കുറിച്ച് പറഞ്ഞാണ്. അപ്പൊ സാധിക്കും, അല്ലെങ്കിൽ എനിക്കൊരു വീട് വെക്കണം, അല്ലെങ്കിൽ വീട് വെച്ചു, ഇങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. കാരണം എഴുതുന്നതിലല്ല, വിഷൻ ബോർഡ് വേറെയാണ്. അപ്പം നമ്മുടെ ആഗ്രഹം, എനിക്ക് ഇങ്ങനെ ഒരു വീട് വെക്കണം, ഫസ്റ്റ് ആഗ്രഹം. എനിക്ക് മോഹൻലാലിനെ മീറ്റ് ചെയ്യണം, രണ്ടാമത്തെ ആഗ്രഹം. എക്സാമ്പിൾ പറയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ റിലേഷൻഷിപ്സ് കൂടുതൽ ദൃഢമാകണം, എൻ്റെ ഫാമിലിയുമായിട്ടുള്ള റിലേഷൻഷിപ്സ് കൂടുതൽ ദൃഢമാകണം. നേരത്തെ പറഞ്ഞ റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് ആണ്. അപ്പോൾ അങ്ങനെ പല ആഗ്രഹങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് ഇത് എന്ത് ചെയ്യുക, വിഷൻ ബോർഡാണ്, എഴുതുന്നതല്ല. അത് വേറൊരു പ്രോസസ്സാണ്, അത് ഞാൻ പിന്നീട് പറയാം. ഇങ്ങനെ എഴുതി വെക്കുന്നത് നമുക്ക് മൈൻഡിൽ ഓർത്ത് വെക്കാൻ വേണ്ടിയാണ്. ഇത് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇന്റർനെറ്റിൽ പോയിട്ട് ഇത് സംബന്ധമായിട്ടുള്ള പിക്ചേഴ്സ്, നമ്മളൊരു വീട് വെക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള വീട്, നമുക്കൊരു സങ്കല്പത്തിലൊരു വീടാണ്. അപ്പൊ അതേപോലെ തന്നെ വേണമെന്നില്ല, അതേപോലെ തന്നെ വെച്ചാൽ അത്രയും നല്ലതാണ്. പക്ഷെ അത് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എല്ലാവർക്കും. നമുക്കൊരു വീട് വെക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു വീടിന്റെ ചിത്രം എടുക്കുക, എന്നിട്ട് ആ ചിത്രം കളർ പ്രിന്റ് ചെയ്യുക. കളർ പ്രിന്റ് ചെയ്ത് അവിടെ മാറ്റി വെക്കുക. ഓക്കെ. സെക്കൻഡ്, ഇപ്പൊ നമുക്കിപ്പോ എന്താ പറയാ, നമ്മുടെ റിലേഷൻഷിപ്സ് ദൃഢമാകുന്നതായിരിക്കാം. ഇപ്പൊ റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളും നമ്മളുടെ ഭാര്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവ് ആരാണെങ്കിലും. അപ്പൊ എന്ത് ചെയ്യുക, ഭാര്യയുടെയും ഭർത്താവിന്റെയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം മാറ്റി വെക്കുക. അതിനുശേഷം നമുക്കിപ്പോ എന്താ പറയാ, ഒരുപാട് പണം, നമ്മളുടെ എന്താ പറയാ, ബിസിനസ്സിൽ ഒരുപാട് പണം വരേണ്ടതാണ്. നമ്മളുടെ ബിസിനസിന്റെ ഒരു പേരും അതിന്റെ ചുറ്റും ഇങ്ങനെ ഒരു പണം നിൽക്കുന്നതായിട്ടുള്ള ഒരു ചിത്രവും എടുക്കുക. അതേപോലെ നമുക്കിപ്പോൾ ഒരാളെ മീറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് മോഹൻലാലിനെ മീറ്റ് ചെയ്യണം ലൈഫിൽ, ഒരു മോഹൻലാൽ ഫാനാണെന്ന് വിചാരിച്ചു. അപ്പോൾ മോഹൻലാലിനെ മീറ്റ് ചെയ്യും, മോഹൻലാലിന്റെ ഒരു പടം വെക്കുക, കട്ട് ചെയ്ത് വെക്കുക. അപ്പോ ഈ എക്സാമ്പിൾ പറയുന്നതാണ്.
അപ്പൊ ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു ചാർട്ട് എടുക്കുക. ചാർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മാറ്റി വെച്ചിരിക്കുന്ന ഈ പടങ്ങൾ അവിടെ ഒട്ടിച്ചു വെക്കുക. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഈ ചാർട്ടിൽ ഒട്ടിച്ചു വെച്ചതിന് ശേഷം നമുക്ക് എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് ഇത് മതിലിൽ ഒട്ടിച്ചു വെക്കാം, ഫ്രിഡ്ജിൽ ഒട്ടിച്ചു വെക്കാം. ഏറ്റവും സമയം നമ്മൾ എവിടെയാണോ ചെലവഴിക്കുന്നത്, ചില ആൾക്കാർ പൂജാമുറിയിൽ കൊണ്ട് ഒട്ടിച്ചു വെക്കും, പക്ഷെ അവര് പൂജാമുറി കയറുന്നത് വർഷത്തിലൊരിക്കലായിരിക്കും. അങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ എപ്പോഴും കാണുന്ന, അപ്പൊ നമ്മളുടെ എണീക്കുന്ന ബെഡിന്റെ ഫ്രണ്ടിൽ നമ്മുടെ ഫോണിന്റെ വാൾപേപ്പറിൽ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുക, അതാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. നമുക്ക് ഇങ്ങനെ പോയി പ്രിന്റ് എടുത്ത് ഒട്ടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫോട്ടോ എടുത്തിട്ട് നമ്മളൊരു കൊളാഷ് മേക്കർ ഡൗൺലോഡ് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അത് കൊളാഷ് ആക്കി ഒരുമിച്ച് വെക്കുക, വാൾപേപ്പറിൽ വെക്കുക. വാൾപേപ്പർ ഫോണാണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ വെക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ നമ്മളുടെ വിഷനെ കുറിച്ച് കാണുകയാണ്. ഇത് എപ്പോ നമ്മൾ കാണുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ഫീൽ ചെയ്യാനും കൂടെ നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് എഴുതുന്നെന്നോ നമ്മൾ എന്ത് ചിന്തിക്കുന്നെന്നോ നമ്മൾ എന്ത് കാണുന്നെന്നോ ഉള്ളതല്ല നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്, നമ്മൾ എന്ത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. യത് ഭാവം തദ് ഭവതി. നിങ്ങൾ എന്താണോ ഭാവം, എന്താണോ നിങ്ങളുടെ ഫീലിംഗ്, അതായിരിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ എപ്പോഴും ചെയ്യാം. ഇത് എപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്ത് എല്ലാം നിങ്ങൾ കൊണ്ടുവയ്ക്കും. ഇപ്പോൾ ഒരു കോപ്പി, ഒരു വിഷൻ ബോർഡ് മാത്രം, ഓരോ സംശയങ്ങൾ വരുന്നതാണ്. ഒരു വിഷൻ ബോർഡ് ഒരു സ്ഥലത്ത് മാത്രം വെച്ചാൽ അടുത്ത റൂമിൽ വെക്കാവോ, അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വിഷൻ ബോർഡ് വെക്കാം. അതേപോലെ തന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് വിഷൻ ബോർഡിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇറ്റ് ഈസ് പോസിബിൾ, എവറിത്തിങ് ഈസ് പോസിബിൾ ഫോർ മീ, വാട്ട് യു ഫീൽ യു അട്രാക്ട്, ഇങ്ങനെയുള്ള പോസിറ്റീവ് വചനങ്ങളും വേണമെങ്കിൽ എഴുതാം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഈ വിഷൻ ബോർഡ് എഴുതി ഇങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഒന്നും അട്രാക്ട് ആവത്തില്ല. ഏറ്റവും പ്രധാനം എന്താണ്? ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള. ഹാർഡ് വർക്ക് ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്തിട്ടും കാര്യമില്ല. നമുക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രയത്നിക്കാൻ ഒരു എന്താ പറയാ തയ്യാറാകാത്ത ഒരു മനുഷ്യന് ഇതെന്ത് ചെയ്തിട്ടും കാര്യമില്ല, അല്ലെ? ഇതെല്ലാം എന്താണ്, നമ്മളുടെ ഒരു നാം പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്കൊരു പ്ലസിബോ, ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നെ ഇതൊക്കെ നമ്മുടെ ഉള്ളില് എന്താ പറയാ സംഭവിപ്പിക്കാനുള്ള ഒരു എനർജി, ഒരു ഊർജം നമുക്ക് വരും നമ്മൾ കാണുമ്പോൾ. നിങ്ങൾ സ്പിരിച്വൽ ആയിട്ട് ചിന്തിച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ലോകത്ത് കാണുന്ന എല്ലാം നമ്മൾ ആദ്യം എവിടെയാണ് ഉണ്ടായത്? നമ്മളുടെ മനസ്സിലാണ്, അല്ലെ? നമ്മുടെ മനസ്സിൽ ഉണ്ടാകാത്ത ഒരു കാര്യവും മെറ്റീരിയലൈസ് ചെയ്തിട്ടില്ല ഈ ഭൂമിയിലും. പക്ഷെ മനസ്സിൽ ഉണ്ടായിട്ട് നമ്മൾ എന്താ പറയാ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചിട്ട് അത് ഉടനെ പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ സംഭവിക്കത്തില്ല. അതുപോലെ ഹൈ ആയിട്ടുള്ള യോഗികൾക്ക് ചിലപ്പോൾ സംഭവിപ്പിച്ചേക്കാം, പക്ഷെ സാധാരണ മനുഷ്യർക്ക് അത് പറ്റില്ല. അപ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ കൂടെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക്. എനിക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പ്രയത്നിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള. അപ്പൊ വീട് വെക്കണം എന്നുള്ളൊരു ഒരാളുടെ ആഗ്രഹം, ആ വീട് വെക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒരാൾ കൊണ്ടുതരാണ്. ഈ ഒരു രമേശ, ഇങ്ങനൊരു ജോലി ഉണ്ട്, നീ ഇവിടെ പോയി നോക്ക്, നല്ല ഇത് നേക്കും. എനിക്കെങ്ങും വയ്യ പോവാൻ, എനിക്ക് നോക്കാം, പിന്നെ വരും, ഞാൻ വിഷൻ ബോർഡ് ചെയ്തിട്ടുണ്ട്, തന്നെ നടന്നോളും, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഉപയോഗിക്കുക. ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കാതെ എന്ത് വിഷൻ ബോർഡും എത്ര മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. അപ്പോൾ വിഷൻ ബോർഡ് പ്ലസ് ഹാർഡ് വർക്ക്, ഇതാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. അപ്പൊ എല്ലാവരും ഇത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാതെ നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷനും അങ്ങനെയുള്ള ഇതെല്ലാം കണ്ടിട്ട് അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കരുത്. ഇതെല്ലാം നമ്മുടെ ഒരു പാർട്ടാണ്. നാം പാതി ദൈവം പാതി. നാം പാതി ചെയ്തില്ലെങ്കിൽ മറ്റേതൊക്കെ സീറോ ആയിരിക്കും. മനസ്സിലായി? അപ്പോ എല്ലാവരും ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാം, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താം. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. താങ്ക് യു.